നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഹൈസ്പീഡ് ഫുൾ ഇലക്ട്രിക് ട്രെയിനാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്. യാത്രാസമയം 25% മുതൽ 45% വരെ ലഘൂകരിക്കാനും കഴിയും. ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് രൂപകൽപ്പനയും നിർമ്മാണവും. മേക്ക് ഇൻ ഇന്ത്യ സംരംഭം പ്രോത്സാഹിപ്പിക്കുന്നതിലും ഇന്ത്യയുടെ സാങ്കേതിക കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിലും അതിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നതിനാണ് ട്രെയിനിന് വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന പേരും നൽകിയത്. മലയാളികൾ കേന്ദ്രം തന്ന വന്ദേ ഭാരതിനെ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. വന്ദേ ഭാരതിന്റെ വേഗത്തോടൊപ്പം തന്നെ മലയാളികളും കുതിച്ചു. ഇനിയിപ്പോൾ 2024 കേരളത്തിലേക്ക് കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ എത്തിയേക്കും എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. സംസ്ഥാനത്തിന് ലഭിച്ച 2 വന്ദേ ഭാരത് ട്രെയിനുകൾ യാത്രക്കാർ ഏറ്റെടുത്ത് കഴിഞ്ഞു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം സർവീസ് നടത്തുന്നത്. ശബരിമല സീസൺ തുടരുന്നതിനാൽ സ്പെഷ്യൽ സർവീസും ആരംഭിച്ചിട്ടുണ്ട്. യാത്രക്കാരുടെ എണ്ണം ഉയർന്നതോടെ ടിക്കറ്റുകൾ ലഭ്യമല്ലാത്ത അവസ്ഥയാണുള്ളത്. വന്ദേ ഭാരത് ട്രെയിനുകൾ യാത്രക്കാർ ഏറ്റെടുത്തതോടെ പുതുവർഷത്തിൽ സംസ്ഥാനത്തിന് കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ ലഭിക്കുമെന്നും റിപ്പോർട്ടുണ്ട്. 2 വന്ദേ ഭാരത് കൂടി കേരളത്തിന് ലഭിക്കുമെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് സർവീസ് നടത്തുന്നതിനായി പാലക്കാട് ഡിവിഷനിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പാലക്കാട് ഡിവിഷനിൽ 53 കോടി 12 ലക്ഷം രൂപയുടെ പദ്ധതികൾക്ക് ടെൻഡർ വിളിച്ചു കഴിഞ്ഞു. പ്രവർത്തനങ്ങളിൽ 9 മാസം കൊണ്ട് പൂർത്തിയാക്കിയാണ് ലക്ഷ്യം. വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് കടന്നു പോകുന്നതിനായി വൈദ്യുതി ലൈനിലെ ന്യൂട്രൽ സംവിധാനം പരിഷ്കരിക്കാനുള്ള നടപടികൾ റെയിൽവേ ആരംഭിച്ചു കഴിഞ്ഞു. സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി നിലവിലുള്ള വൈദ്യുതി ലൈനുകളിൽ വൈദ്യുതി ന്യൂട്രൽ മേഖലകളുണ്ട്. വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് കടന്നുപോകാൻ കഴിയുന്ന തരത്തിൽ ന്യൂട്രൽ മേഖലയിൽ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമാകും വന്ദേ ഭാരതിന് തടസ്സം കൂടാതെ കടന്നുപോകാൻ സാധിക്കുകയുള്ളൂ. വന്ദേ ഭാരതിന്റെ 16 കോച്ചുകളും വൈദ്യുതി ലൈനുകളുമായി ബന്ധപ്പെട്ടാണുള്ളത്. അതിനാൽ വന്ദേ ഭാരത് ട്രെയിൻ ന്യൂട്രൽ മേഖലയിലേക്ക് കടക്കുമ്പോൾ ട്രെയിൻ നിൽക്കുന്ന അവസ്ഥയുണ്ടാകും. ഇതോടെ സ്റ്റോപ്പ് സിഗ്നലും ന്യൂട്രൽ ലൈനുകളും ശ്രദ്ധിച്ചു വേണം വന്ദേ ഭാരത് കടന്നുപോകാൻ. സമയനഷ്ടം അടക്കമുള്ള സാങ്കേതിക പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകുകയും ചെയ്യും. തൊട്ടടുത്ത സബ്സ്റ്റേഷനിൽ നിന്ന് ന്യൂട്രൽ മേഖല ചാർജ് ചെയ്താണ് വന്ദേ ഭാരത് സർവീസ് നടത്തുന്നത്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് റെയിൽവേ നടത്തുന്നത്. ന്യൂട്രൽ സംവിധാനം പരിഷ്കരിക്കുന്നതോടെ വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് തടസ്സമില്ലാതെ സർവീസ് നടത്താനാകും. ഇതോടെ കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ കേരളത്തിൽ ലഭിക്കാനുള്ള സാഹചര്യമാണ് ഉണ്ടാവുക. പുതുതായി ലഭിക്കുന്ന വന്ദേ ഭാരത് ട്രെയിനുകൾ തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചിട്ടുള്ളതാകുമെന്ന റിപ്പോർട്ടുകളുണ്ട്. ശബരിമല സീസണോടനുബന്ധിച്ച് സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് യാത്രക്കാർ ഏറ്റെടുത്തു. ശബരിമല സീസൺ അവസാനിക്കുമ്പോൾ ഈ വന്ദേ ഭാരത് സംസ്ഥാനത്തിന് ലഭിക്കുമോ എന്നാണ് യാത്രക്കാർ ഉറ്റുനോക്കുന്നത്. വന്ദേ ഭാരത് സ്ലീപ്പർ പതിപ്പിനൊപ്പം ആദ്യത്തെ വന്ദേ മെട്രോ ട്രെയിനും 2024 ജനുവരിയിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ICF തന്നെയാണ് വന്ദേ മെട്രോയും വികസിപ്പിക്കുന്നത്. 12 കോച്ചുകളുള്ള ട്രെയിനാണ് വന്ദേ മെട്രോ. ഇത് ഹ്രസ്വദൂര യാത്രകൾക്കും ഉപയോഗിക്കും.